Hello friends, it's me Praveen. Welcome back to ChemTunes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നോക്കൂ, മൂലകങ്ങളുടെ വർഗീകരണവും അവരുടെ സ്വഭാവത്തിലെ ക്രമാവർത്തന പ്രവണതകളും എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ. എന്തിനാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നോക്കൂ, എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അവരുടെ സ്വഭാവങ്ങളെ പറ്റിയുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള പഠനം എളുപ്പമാക്കുന്നതിനാണ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എലമെന്റ്സിനെ കൊണ്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ലോകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് എലമെന്റ്സിനെ കൊണ്ടാണെങ്കിൽ ഈ എലമെന്റ്സുകളുടെ ഈ മൂലകങ്ങളുടെ എലമെന്റ്സിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒത്തിരി എലമെന്റ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഓരോ എലമെന്റിന്റെ ആയിട്ട് പ്രോപ്പർട്ടി പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, മൂലകങ്ങളെ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കി തിരിക്കും. അപ്പൊ ഒരു കൂട്ടം എലമെന്റ്സിന് ഒരു പ്രത്യേക സ്വഭാവമാണെങ്കിൽ എനിക്കിനി ആ കൂട്ടത്തിന്റെ പൊതുവായ പ്രത്യേകത പറഞ്ഞാൽ ആ കൂട്ടത്തിൽ വരുന്ന എല്ലാ എലമെന്റ്സിനെയും പ്രത്യേകത പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന എലമെന്റ്സിനെ കൊണ്ടാണ്. ഈ എലമെന്റ്സിനെ ഞാൻ പല കൂട്ടങ്ങളാക്കി മാറ്റിവെക്കുന്നു. അപ്പൊ ഓരോ കൂട്ടം എലമെന്റ്സിനും ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും. അപ്പൊ ആദ്യത്തെ കൂട്ടം എലമെന്റ്സ്, ആ കൂട്ടത്തിന്റെ ആ ഗ്രൂപ്പിന്റെ സ്പെഷ്യാലിറ്റീസ് അറിഞ്ഞാൽ എനിക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും പ്രത്യേകത പറയാൻ സാധിക്കും. അതുപോലെ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്തു വെച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പൊതുവായ സ്വഭാവങ്ങൾ അറിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സിനും അതേ സ്വഭാവമാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും സ്വഭാവം എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എലമെന്റ്സിനെ കൂട്ടങ്ങളാക്കി തിരിക്കുക. ഇതാണ് എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. സോ ഫ്രണ്ട്സ്, എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള പഠനം എളുപ്പമാക്കുവാൻ അവരെ ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ സ്വഭാവം വരുന്നവ ഒരു കൂട്ടമാക്കി തിരിച്ചാൽ നമുക്ക് ആ കൂട്ടത്തിന്റെ പൊതുവായ പ്രത്യേകത പഠിച്ചാൽ ആ കൂട്ടത്തിൽ വരുന്ന എല്ലാ എലമെന്റ്സിനെയും പ്രോപ്പർട്ടീസ് പറയാൻ സാധിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന പാഠത്തിന്റെ പ്രാധാന്യം ഇതാണ്. എലമെന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം, ഒരു കൂട്ടം എലമെന്റ്സിന്റെ പൊതുവായ പ്രത്യേകതകൾ പഠിച്ചാൽ ആ കൂട്ടത്തിൽ വരുന്ന എല്ലാവരുടെയും പ്രത്യേകത നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ ആദ്യം പറയുന്നത് ലാവോസിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ലാവോസി എലമെന്റ്സിനെ രണ്ടായാണ് ക്ലാസിഫൈ ചെയ്തത്: മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പൊ കൂട്ടുകാരെ, അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ ലാവോസി എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പൊ എന്താ ഈ ക്ലാസിഫിക്കേഷൻ പ്രത്യേകത? ഒരു കൂട്ടം എലമെന്റ്സ് മെറ്റൽസ്, അടുത്തൊരു കൂട്ടം എലമെന്റ്സ് നോൺ മെറ്റൽസ്. അപ്പൊ മെറ്റൽസ് എന്ന കൂട്ടത്തിൽ വരുന്നവർക്കെല്ലാം ഒരു പൊതുവായ പ്രത്യേകത കാണും. നോൺ മെറ്റൽസ് എന്ന കൂട്ടത്തിൽ വരുന്നവർക്കെല്ലാം ഒരു പൊതുവായ പ്രത്യേകത കാണും. അപ്പൊ മെറ്റൽസിന്റെ പ്രത്യേകത പഠിച്ചാൽ ആ കൂട്ടത്തിൽ വരുന്ന എല്ലാവരുടെയും സ്പെഷ്യാലിറ്റി നമുക്ക് പറയാൻ സാധിക്കും. നോൺ മെറ്റൽസിന്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ആ കൂട്ടത്തിൽ വരുന്ന എല്ലാവരുടെയും പ്രത്യേകത പിന്നെ അത് തന്നെ ആയിരിക്കുമല്ലോ, പറയാൻ എളുപ്പമായിരിക്കും. ബട്ട് ഇത് കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് അറിയാം എന്താണ് ഈ ക്ലാസിഫിക്കേഷന്റെ പോരായ്മ. അതെ, ഇവിടെ ആ മെറ്റലോയിഡ്സ് എന്ന വിഭാഗമുണ്ട്, അതിനെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ എലമെന്റ്സിൽ തന്നെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പോ ഇഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ല. മോറോവർ മെറ്റൽസിൽ തന്നെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ മെറ്റൽസിൽ തന്നെ ഗോൾഡ് എടുത്താൽ, വാട്ട് അബൌട്ട് ഗോൾഡ്? ആ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആയ മെറ്റലാണ്, അല്ലെ? ദെൻ വാട്ട് അബൌട്ട് സോഡിയം? ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റലാണ്. അപ്പൊ മെറ്റൽസിൽ തന്നെ രണ്ടുപേരെ ഞാൻ ഗോൾഡും സോഡിയം പരിഗണിച്ചാൽ ഒരാൾ വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, ഒരാൾ വളരെ ഹൈലി റിയാക്റ്റീവ്, ഒരാൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, ഒരാൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ ലീസ്റ്റ് റിയാക്റ്റീവ് ആയ ഗോൾഡും ഹൈലി റിയാക്റ്റീവ് ആയ സോഡിയം കൂടി ഒറ്റ കൂട്ടത്തിൽ ഇട്ടാൽ നമ്മൾ എങ്ങനെ പൊതുവായ പ്രത്യേകത പറയും? മെറ്റൽസിന്റെ പൊതുവായ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ എനിക്ക് അതിന്റെ റിയാക്ടിവിറ്റി പറയാൻ സാധിക്കില്ല. ഞാൻ റിയാക്ടിവിറ്റി പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ് എല്ലാ മെറ്റൽസും എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെറ്റൽ അല്ലേ, അത് ലീസ്റ്റ് റിയാക്റ്റീവ് അല്ലേ? എന്നാൽ ഞാൻ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് എല്ലാ മെറ്റൽസും എന്ന് പറഞ്ഞാൽ സോഡിയം മെറ്റൽ അല്ലേ, അത് ഹൈലി റിയാക്റ്റീവ് അല്ലേ? അപ്പൊ മെറ്റൽസിന്റെ കൂട്ടത്തിൽ തന്നെ ഹൈലി റിയാക്റ്റീവ് ആൾക്കാരുണ്ട്, ലീസ്റ്റ് റിയാക്റ്റീവ് ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ സെമി മെറ്റൽസ് എന്നുള്ള അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും നിൽക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലാവോസിയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്ന് പറയേണ്ടി വരും. പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാവോസിയുടെ ക്ലാസിഫിക്കേഷൻ തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്ത ഈ ക്ലാസിഫിക്കേഷൻ എഫക്റ്റീവ് അല്ല. എല്ലാ എലമെന്റ്സിനെയും കൂടി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൽ മെറ്റലോയിഡ്സിനെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും എന്നൊരു പ്രശ്നം വരുന്നു. മാത്രമല്ല, മെറ്റൽസിന്റെ കൂട്ടത്തിൽ തന്നെ റിയാക്ടിവിറ്റി പറയുമ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസും ഉണ്ട്, ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസും ഉണ്ട്. അപ്പൊ ലാവോസിയുടെ ക്ലാസിഫിക്കേഷൻ എഫക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു.
ഡുബറൈനർ ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനെ പറയുന്നത് ഡുബറൈനറുടെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഡുബറൈനറുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ട്രയാഡ്സ്. ട്രയാഡ്സ്. അപ്പൊ എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തത് ലാവോസിയെ. ദെൻ ഡുബറൈനറുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ട്രയാഡ്സ് ആണ് ഡുബറൈനറുടെ ക്ലാസിഫിക്കേഷൻ. ഡുബറൈനർ നോക്കുക, അന്നറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 9 എലമെന്റ്സിനെ 3 വീതം വരുന്ന കൂട്ടങ്ങളാക്കി. ഡുബറൈനർ എലമെന്റ്സിനെ 3 വീതം വരുന്ന കൂട്ടങ്ങളാക്കി. ഏതൊക്കെയാന്ന് നോക്കൂ: ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ എലമെന്റ്സിനെ 3 വീതം വരുന്ന കൂട്ടങ്ങളാക്കി. നോക്കൂ, ഓരോന്നും 3 വീതം വരുന്ന കൂട്ടങ്ങളാണ്. സോ ഈച്ച് ഗ്രൂപ്പ്സ്, ഓരോ കൂട്ടത്തെയും ഞാൻ വിളിക്കുന്ന പേര് ട്രയാഡ്സ്. ഓക്കെ, അപ്പൊ ഡുബറൈനർ എലമെന്റ്സിനെ 3 വീതം വരുന്ന കൂട്ടങ്ങളാക്കി ഞാൻ ഓരോ കൂട്ടത്തെയും വിളിക്കുന്ന ഒരു ട്രയാഡ്സ്. നോക്കൂ, ട്രയാഡ്സിന്റെ പ്രത്യേകത, ഒരു കൂട്ടം എലമെന്റ്സ്, 3 എലമെന്റ്സ് വരുന്ന ഒരു കൂട്ടം, ഒരു ട്രയാഡ്, അടുത്ത ട്രയാഡ്, അടുത്ത ട്രയാഡ്. ഒരുപക്ഷെ 4 വീതം വരുന്ന എലമെന്റ്സ് ആയിരുന്നു നമ്മൾ ടെട്രാഡ് എന്ന് വിളിച്ചാൽ അല്ലെ, പോട്ടെ. അപ്പൊ 3 വീതം വരുന്ന എലമെന്റ്സ് ഉള്ള ഓരോ കൂട്ടങ്ങൾ ട്രയാഡാണ് അല്ലെ, ഓരോ ട്രയാഡ്. ഓരോ ട്രയാഡിന്റെ പ്രത്യേകത, ഈ ഒരു കൂട്ടം എലമെന്റ്സിന് സെയിം പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം സെയിം പ്രോപ്പർട്ടീസ്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം സെയിം പ്രോപ്പർട്ടീസ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ സെയിം പ്രോപ്പർട്ടീസ്. അപ്പൊ ട്രയാഡിലെ ഒരു കൂട്ടം എലമെന്റ്സിന് സെയിം പ്രോപ്പർട്ടിയാണ്. ദെൻ ഇനി മറ്റൊരു പ്രത്യേകത, ട്രയാഡ്സിന്റെ പ്രത്യേകത, ഇതിൽ ഫസ്റ്റ് എലമെന്റിന്റെ വെയിറ്റ്, ലിഥിയത്തിന്റെ വെയിറ്റ് നിങ്ങൾക്കറിയാം 7. പൊട്ടാസ്യം ലാസ്റ്റ് എലമെന്റ് വെയിറ്റ് 39. ഫസ്റ്റ് എലമെന്റിന്റെ വെയിറ്റും ലാസ്റ്റ് എലമെന്റിന്റെ വെയിറ്റും കൂട്ടി പകുതി എടുക്കുന്നു. 39 + 7 46. 46 × 2 23. അതായിരിക്കും മിഡിൽ എലമെന്റിന്റെ വെയിറ്റ്. അപ്പൊ ട്രയാഡ്സിന്റെ പ്രത്യേകത, വെയിറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ് പ്ലസ് ലാസ്റ്റ് എലമെന്റ് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് മിഡിൽ എലമെന്റ്. അപ്പൊ ട്രയാഡ്സിൽ ഫസ്റ്റ് എലമെന്റിന്റെ വെയിറ്റും ലാസ്റ്റ് എലമെന്റിന്റെ വെയിറ്റും കൂട്ടി പകുതി എടുത്താൽ മിഡിൽ എലമെന്റിന്റെ വെയിറ്റ് കിട്ടും. സോ അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ലാവോസിയെ എലമെന്റ്സിനെ മെറ്റൽസ് എന്ന് നോൺ മെറ്റൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡ് വൺ ഡുബറൈനർ എലമെന്റ്സിനെ ട്രയാഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു. 3 വീതം വരുന്ന കൂട്ടങ്ങളായി ക്ലാസിഫൈ ചെയ്തു. ഓരോ കൂട്ടം എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് എലമെന്റ് വെയിറ്റ് പ്ലസ് ലാസ്റ്റ് എലമെന്റ് വെയിറ്റും ആണ് മിഡിൽ എലമെന്റ് വെയിറ്റ്. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. അടുത്ത ക്ലാസിഫിക്കേഷൻ ഫ്രഞ്ച് ജിയോളജിസ്റ്റായ ചാൻകൊട്ടോയ്സ് ആണ് നടത്തിയത്. ചാൻകൊട്ടോയ്സ് അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തു. ഈ ക്ലാസിഫിക്കേഷന് നമ്മുടെ കെമിസ്ട്രിയിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഒരു ഹെലിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തു. അതിൽ ടെലൂറിയം ആയിരുന്നു ക്ലാസിഫിക്കേഷനിൽ നടുക്കു വന്നത്. സോ ടെലൂറിയം സെൻട്രൽ പൊസിഷനിൽ വന്നതുകൊണ്ട് അതിനെ ടെലൂറിക് ഹെലിക്സ് എന്ന് പറയാറുണ്ട്. സോ എന്തായിരുന്നാലും ചാൻകൊട്ടോയ്സ് അന്നറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തൊന്നുമല്ല നമുക്ക് പഠിക്കേണ്ടത്. ചാൻകൊട്ടോയ്സ് വളരെ ഇഫക്റ്റീവായി എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് ന്യൂലാൻഡ്സ് എലമെന്റ്സിനെ അന്നറിയപ്പെട്ടിരുന്ന ഒട്ടുമിക്ക എലമെന്റ്സിനെ എല്ലാം അവരുടെ അറ്റോമിക മാസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കി. ഇതാ നോക്കൂ, ലിഥിയം, അതിനേക്കാൾ മാസ് കൂടിയ ബെറിലിയം, ദെൻ ബോറോൺ, ദെൻ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം. ഇങ്ങനെ അന്നറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കി. ചാൻകൊട്ടോയ്സ് തുടക്കമിട്ടതാണ്. അപ്പൊ ന്യൂലാൻഡ്സ് ആ എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കി. അങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയപ്പോ നോക്കൂ, ഫസ്റ്റ് എലമെന്റ് ലിഥിയം, സെക്കൻഡ് വൺ ബെറിലിയം, തേർഡ് വൺ ബോറോൺ, കാർബൺ 4ാമത്തേത്, നൈട്രജൻ 5ാമത്തേത്, ഓക്സിജൻ 6ാമത്തേത്, ഫ്ലൂറിൻ 7ാമത്തേത്. അടുത്ത 8ാമത് വരേണ്ട എലമെന്റ് സോഡിയമാണ്. 8ാമത്തെ എലമെന്റ് സോഡിയമാണ്. അറ്റോമിക് മാസിന്റെ ഓർഡറിൽ അന്നറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ 8ാമത് വരേണ്ടത് സോഡിയമാണ്. ബട്ട് യു ഒബ്സർവ് ദാറ്റ് 8th element have properties similar to first element. 8ാമത്തെ എലമെന്റിന് ആദ്യത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. അതുപോലെ 9ാമത്തെ എലമെന്റിന് 2ാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. 10ാമത്തെ എലമെന്റിന് 3ാമത്തെ എലമെന്റ് അതേ പ്രോപ്പർട്ടിയാണ്. Every 8th element have properties similar to first element. Every 8th element have
പ്രോപ്പർട്ടി സിമിലർ ടു ഫസ്റ്റ് എലമെന്റ്. ഓരോ എട്ടാമത്തെ എലമെന്റിനും അതിനു മുമ്പുള്ള ഫസ്റ്റ് എലമെന്റിന്റെ സിമിലർ പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ ഈ ലിഥിയം കഴിഞ്ഞ് വരുന്ന എട്ടാമത്തെ എലമെന്റ് സോഡിയത്തിന് ലിഥിയത്തിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. ബെർലിയം കഴിഞ്ഞ് വരുന്ന അടുത്ത എട്ടാമത്തെ എലമെന്റ് മഗ്നീഷ്യത്തിന് ബെർലിയത്തിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതിനെ നേരെ ഇതിന്റെ താഴെ എഴുതി. കാര്യം എന്താ, ലിഥിയം കഴിഞ്ഞു വരുന്ന എട്ടാമത്തെ എലമെന്റ് സോഡിയം, അതിന് ലിഥിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതിനെ എവിടെ എഴുതാം? ലിഥിയത്തിന്റെ താഴെ എഴുതാം അല്ലെ. ഫസ്റ്റ് വൺ, അത് കഴിഞ്ഞ് സെക്കൻഡ് 1 2 3 4 5 6 7 8 എട്ടാമത്തെ എലമെന്റ് കണ്ടോ. അപ്പോ ന്യൂലാൻഡ് ഒബ്സർവ് ചെയ്ത് എന്താ, എവരി 8th എലമെന്റ് ഹാവ് പ്രോപ്പർട്ടി സിമിലർ ടു ഫസ്റ്റ് എലമെന്റ്. ഓരോ എട്ടാമത്തെ എലമെന്റിനും ആദ്യ എലമെന്റിന്റെ സിമിലർ പ്രോപ്പർട്ടിയാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ എലമെന്റ് കഴിഞ്ഞ് എട്ടാമത് വരുന്ന എലമെന്റിന് ആദ്യത്തേതിന്റെ സെയിം പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആദ്യത്തേതിന് നേരെ താഴെ എഴുതാം. അപ്പൊ 9ാമത്തെ എലമെന്റിന് രണ്ടാമത്തേതിന് നേരെ താഴെ എഴുതാൻ കാര്യം എന്താ, രണ്ടാമത്തിന്റെ അതേ പ്രോപ്പർട്ടിയാ. സിമിലർലി 10ാമത്തെ എലമെന്റിനെ 3ന് നേരെ താഴെ എഴുതാം അല്ലെ. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഓരോ എട്ടാമത്തെ എലമെന്റിനും എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ് എവരി 8th എലമെന്റ് ഹാവ് പ്രോപ്പർട്ടി സിമിലർ ടു ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞത് ന്യൂലാൻഡ്സ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇത് നമ്മൾ പറയുന്നത് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. മ്യൂസിക്കും കെമിസ്ട്രി നമ്മൾ പറയാറുണ്ട്. നോക്കൂ, സംഗീതത്തിൽ സരിഗമ പദനിക്ക് ശേഷം വീണ്ടും സ ആവർത്തിക്കാറില്ലേ? സരിഗമ പദനി സ വീണ്ടും സ ആവർത്തിക്കാറില്ലേ? അതുപോലെ കെമിസ്ട്രിയിൽ എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എട്ടാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആദ്യത്തേതിന് സിമിലർ ആണ്. ആദ്യത്തേതുപോലെ എട്ടാമത്തേതും ആവർത്തിച്ചു വരികയാണ്. അപ്പോൾ എവരി 8th എലമെന്റ് ആവും പ്രോപ്പർട്ടി സിമിലർ ടു ഫസ്റ്റ് എലമെന്റ്. അപ്പൊ നോക്കൂ, അടുത്ത സിലിക്കൺ കാർബണിന് നേരെ താഴെ എഴുതാം. അതുകൊണ്ടാണ് നോക്കൂ, ഓരോ എട്ടാമത്തെ എലമെന്റിനെയും അതിന്റെ നേരെ താഴെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിമിലർ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സിനെ കണ്ടെത്താൻ പറ്റും. നോക്കൂ, ലിഥിയം സോഡിയം പൊട്ടാസ്യം, ബെർലിയം മഗ്നീഷ്യം കാൽസ്യം, ബോറോൺ അലുമിനിയം, കാർബൺ സിലിക്കൺ, നൈട്രജൻ ഫോസ്ഫറസ്, ഓക്സിജൻ സൾഫർ, ഫ്ലൂറിൻ ക്ലോറിൻ കണ്ടോ, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സിനെ കണ്ടെത്താൻ ന്യൂലാൻഡിന് സാധിച്ചു. സോ ചാൻബോട്ടോയിസ് എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തു പേരിട്ട് ഡെലൂറി ഹെലിക്സ്. ന്യൂലാൻഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവായി എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓരോ എട്ടാമത്തെ എലമെന്റിനും ആദ്യത്തേതിന്റെ സിമിലർ പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി. അതിനെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരേ സ്വഭാവമുള്ളവരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. സോ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷനും അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയാൻ കാരണം അന്നറിയപ്പെട്ടിരുന്ന എല്ലാ എലമെന്റ്സിനെയും ക്ലാസിഫൈ ചെയ്യാനൊക്കെ ന്യൂലാൻഡ് ശ്രമിച്ചെങ്കിലും ആൾമോസ്റ്റ് എല്ലാവർക്കും വന്നിരുന്നെങ്കിലും ഇനിയും ഒത്തിരി എലമെന്റ്സ് കൃഷിയില്ലേ. അപ്പൊ അതുകൊണ്ട് ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അത്ര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ശരി, നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു. ഇത് കുറച്ചുകൂടി എഫക്റ്റീവായ ക്ലാസിഫിക്കേഷൻ ആണ്. നോക്കൂ, അടുത്ത ക്ലാസിഫിക്കേഷൻ നടത്തിയത് മെൻഡലീവാണ്. മെൻഡലീവിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ പറയണം. അപ്പോ മെൻഡലീഫ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ പറയും. മെൻഡലീവ്സ് പീരിയോഡിക് ലോ. അപ്പൊ ആദ്യമായി ഒരു ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെൻഡലീവ് ആണ്. അതിനുശേഷമാണ് മെൻഡലീവ് അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ? നോക്കൂ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ periodic functions of their atomic weight. മൂലകങ്ങളുടെ സ്വഭാവങ്ങൾ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ക്രമാവർത്തന ഫലങ്ങളാണ് എന്നാണ് മെൻഡലീവ് പറഞ്ഞത്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ്. മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക ഭാരത്തിന്റെ പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് മൂലകങ്ങളെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അവയുടെ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുന്നത്. അപ്പൊ മൂലകങ്ങളെ അവരുടെ അറ്റോമിക ഭാരത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ, ആരോഹണ ക്രമത്തിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ മൂലകങ്ങളെ അവരുടെ എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെട്ടു വരുന്നത്. പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് പോവുകയാണ്. സോ അതാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ. അപ്പൊ ഇതാണ് മെൻഡലീവിന്റെ ക്രമാവർത്തന നിയമം, അതാ മെൻഡലീവിന്റെ പീരിയോഡിക് ലോ. അപ്പൊ മെൻഡലീവിന്റെ പീരിയോഡിക് ലോ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അവരുടെ അറ്റോമിക ഭാരത്തിന്റെ പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. മൂലകങ്ങളെ അവരുടെ അറ്റോമിക ഭാരത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അവരുടെ പ്രോപ്പർട്ടീസ് ക്രമമായി ആവർത്തിക്കപ്പെടുന്നത് എന്ന് കണ്ടെത്തി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലീവ് എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്?
എലമെന്റ്സിനെ അവരുടെ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അവരുടെ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുകയല്ലേ? അങ്ങനെ ആവർത്തിക്കപ്പെട്ടാൽ ഒരേ സ്വഭാവം വരുന്ന ആളുകളെ ഒരേ കൂട്ടത്തിൽ ഇട്ടൂടെ? ശരി, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റലീഫ് എലമെന്റ്സിനെ ഇതുപോലെ ടേബിൾ ഫോമിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ ടേബിൾ ഫോമിൽ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനാണോ നോക്കൂ. അതായത് എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ, ഇവിടെ അറ്റോമിക ഭാരം ഏറ്റവും കുറഞ്ഞാൽ, ഏറ്റവും കൂടിയ രണ്ടാമത്തെ ആൾ, അടുത്ത തൊട്ടുകൂടിയ മൂന്നാമത്തെ ആൾ, അടുത്ത അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞാൽ ഇവിടെ 1, ഏറ്റവും ഭാരം കുറഞ്ഞ ആളേക്കാൾ അല്പം കൂടിയാൽ, അതിനേക്കാൾ കൂടിയാൽ, അതിനേക്കാൾ കൂടിയാൽ, ഇങ്ങനെ എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരു കട്ട എത്തുന്ന സമയത്ത് ആദ്യ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആവർത്തിക്കപ്പെടുമല്ലോ. മെന്റലി പറഞ്ഞെന്താ? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് വെയിറ്റ്. എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുമല്ലോ. അപ്പൊ ആവർത്തിക്കപ്പെടുന്ന പറഞ്ഞാൽ ഒന്നാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി അടുത്തൊരു എലമെന്റ് വന്നതല്ലേ? ആ എലമെന്റിനെ ഇവിടെ കൊടുത്താൽ മതിയല്ലോ. അടുത്ത രണ്ടാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആവർത്തിക്കപ്പെടുന്ന എലമെന്റിന് ഇവിടെ കൊടുക്കാമല്ലോ. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കുമല്ലോ. ഈ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കുമല്ലോ. കൂട്ടുകാരെ, റിപ്പീറ്റ്. മെന്റലി പറഞ്ഞതാ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് വെയിറ്റ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക ഭാരത്തിന്റെ ക്രമാവർത്തന ഫലങ്ങളാണ്. അഥവാ അറ്റോമിക ഭാരത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുന്നത് എന്നാണല്ലോ മെന്റലീവ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റലീവ് അന്നറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ ടേബിൾ ആക്കുകയാണ്. ഏറ്റവും കുറഞ്ഞാൽ, കുറച്ചുകൂടി കൂടിയാൽ ഇങ്ങനെ ടേബിൾ ആക്കുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ സ്വഭാവം ആവർത്തിക്കപ്പെടും. അപ്പൊ ഒന്നാമത്തെ എലമെന്റിന്റെ അതേ സ്വഭാവങ്ങൾ അടുത്തൊരാൾ വരും. അയാൾ എന്ത് ചെയ്താൽ മതി? ഒന്നിന്റെ നേരെ താഴെ എഴുതിയാൽ പോരെ. രണ്ടിന്റെ അതേ സ്വഭാവമുള്ള ആളെ ഇവിടെ എഴുതിയാൽ പോരെ. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്തു പോകും, വീണ്ടും സ്വഭാവം ആവർത്തിക്കപ്പെടും. അപ്പൊ വീണ്ടും ഇങ്ങനെ അറേഞ്ച് ചെയ്തു പോകും. ഇങ്ങനെ അറേഞ്ച് ചെയ്തുമ്പോൾ ഗുണം എന്താ നോക്കൂ, ഈ ഒരു കൂട്ടത്തിൽ വരുന്ന ആളുകൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാം ഒരു കൂട്ടം, സെയിം കൂട്ടമാണെന്ന് പറയാം. സോ ദേ വേർ കോൾഡ് ആസ് ഗ്രൂപ്സ്. അതുകൊണ്ട് മെന്റലീവ് അദ്ദേഹത്തിന്റെ ടേബിളിലെ ഈ കിടക്കുന്ന എലമെന്റ്സിനെ ഗ്രൂപ്സ് എന്ന് വിളിച്ചു. സോ ദീസ് വെർട്ടിക്കൽ കോളംസ് ആർ കാൾഡ് ഗ്രൂപ്സ്. അപ്പൊ ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ ആയി കിടന്ന ഈ റോസ് കണ്ടല്ലോ, ഹൊറിസോണ്ടൽ റോസ്, അതിനെ അദ്ദേഹം വിളിച്ച പേര് പീരീഡ്സ്. പ്ലീസ് നോക്കിക്കേ. അപ്പൊ നോക്കൂ, മെന്റലീവ് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒട്ടുമിക്ക എല്ലാ എലമെന്റ്സിനെയും ഈ കോളത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താ നോക്കൂ, എലമെന്റ്സിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരെൻഡിലെത്തിയപ്പോ അടുത്ത എലമെന്റിന് ആദ്യത്തേതിന്റെ അതേ സ്വഭാവം വന്നപ്പോൾ അതിനെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തേതിന്റെ നേരെ താഴെ അറേഞ്ച് ചെയ്തു, വീണ്ടും ഇങ്ങനെ നേരത്തെ അറേഞ്ച് ചെയ്യിക്കാം അല്ലെ. സോ മെന്റലീവ് അറേഞ്ച് എലമെന്റ്സ് ഇൻ ടു 8 columns and 7 rows. അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ മെന്റലീവ് 8 കോളങ്ങളും 7 നിരകളുമായി അറേഞ്ച് ചെയ്തു. സോ അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ മെന്റലീവ് 8 കോളങ്ങളും 7 നിരകളുമായി അറേഞ്ച് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറ്റോമിക ഭാരം കൂടി പോവുകയാണ്. ഒരു എൻഡിലെത്തിയ ശേഷം വീണ്ടും ആദ്യത്തേതിന്റെ അതേ സ്വഭാവം വന്നയാളെ ആദ്യത്തേതിന്റെ നേരെ താഴെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തു പോവാണ്. എഗെയിൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ 8 കോളങ്ങളും 7 നിരകളുമായി അറേഞ്ച് ചെയ്തു. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോ ഓരോ ഘട്ടം കഴിയുമ്പോഴും എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുന്നു. ആവർത്തിക്കപ്പെടുന്ന ആളുകളെ ഒരേ കൂട്ടത്തിൽ കൊടുത്തു. സോ സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ടേബിൾ ആയതുകൊണ്ട് ഈ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇത് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടും. സോ ദിസ് ഈസ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പൊ എന്തൊക്കെയാണ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി അന്ന് അറിയപ്പെട്ടിരുന്ന ഒട്ടുമിക്ക എല്ലാ എലമെന്റ്സിനെയും മെന്റലീവ് ക്ലാസിഫൈ ചെയ്തു. ഹി ക്ലാസിഫൈഡ് ആൾമോസ്റ്റ് ഓൾ എലമെന്റ്സ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ എലമെന്റ്സിനെയും മെന്റലീവ് ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡ് വൺ, ഹി ഫോളോഡ് ദിസ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് അല്ലെ. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അദ്ദേഹം ഫോളോ ചെയ്തു. നേരത്തെ പറഞ്ഞ പീരിയോഡിക് ലോ അനുസരിച്ച് എലമെന്റ്സിനെ അവരുടെ അറ്റോമിക ഭാരത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ പ്രോപ്പർട്ടീസ് ആവർത്തിക്കപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എലമെന്റ്സിനെ അറ്റോമിക ഭാരത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. മറ്റൊന്ന്, ദിസ് വാസ് ദ ഫസ്റ്റ് എഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവായ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇതാണ്. സോ മറന്നുപോകരുത്, മെന്റലീവ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മെന്റലീവ് ആണ്. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലീവ് ആണ്. കാരണം ആദ്യമായി എഫക്റ്റീവായ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത മെന്റലീവ് ആണ്. ഇനി മറ്റൊന്ന് നോക്കൂ, അദ്ദേഹം അറ്റോമിക മാസിന്റെ കൃത്യമായ ഇൻക്രീസിംഗ് ഓർഡർ പാലിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും
ചില ഘട്ടങ്ങളിൽ ഹി ഇഗ്നോർഡ് ദി സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം അറ്റോമിക് ഓർഡറിന്റെ സ്ട്രിക്റ്റ് ആയ ആ ഇൻക്രീസിംഗ് ഓർഡർ അങ്ങ് ഉപേക്ഷിച്ചു. എന്തിനാണെന്നറിയാവോ? നോക്കൂ, അദ്ദേഹം എങ്ങനെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തേ? അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലെ, ഭാരം കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോഴും അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താ? ഒരേ സ്വഭാവമുള്ള എലമെന്റ്സ് എല്ലാം ഒരേ കോളത്തിൽ വരാൻ ശ്രദ്ധിച്ചു. ആ കോളങ്ങളെ നമ്മൾ വിളിച്ച ഒരു ഗ്രൂപ്പ് എന്ന അല്ലെ. അപ്പൊ ആ വെർട്ടിക്കൽ കോളങ്ങളെ നമ്മൾ വിളിച്ച ഒരു ഗ്രൂപ്പ് എന്ന, ആ ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ വിളിച്ച ഒരു പീരീഡ്സ് എന്ന. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ? എലമെന്റ്സിനെ അറ്റോമിക ഭാരം കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ? ആ ഒരേ സ്വഭാവമുള്ള ആളുകളെല്ലാം ഒരേ ഗ്രൂപ്പിൽ കിടക്കണം അല്ലെ. അതിനുവേണ്ടി അറ്റോമിക ഭാരത്തിന്റെ സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡറിൽ ചിലയിടങ്ങളിൽ അദ്ദേഹം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. നോക്കൂ, ടെലൂറിയും അയഡിനും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ടെലൂറിയത്തെക്കാൾ വെയിറ്റ് കുറഞ്ഞാണ് അയഡിൻ. സ്വാഭാവികമായും അയഡിൻ കഴിഞ്ഞ ടെലൂറിയം വരേണ്ടത്. അപ്പൊ ടെലൂറിയം കിടക്കേണ്ടടുത്ത് വരേണ്ടത് അയഡിനും, അയഡിൻ കിടക്കേണ്ടടുത്ത് വരേണ്ടത് ടെലൂറിയമാണ്. പക്ഷെ സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഫോളോ ചെയ്താൽ, അതായത് അറ്റോമിക് മാസിന്റെ സ്ട്രിക്റ്റ് ആയ ഓർഡർ ഫോളോ ചെയ്താൽ അയഡിൻ എഴുതി കഴിഞ്ഞാണ് ടെലൂറി എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാൽ ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവയുടെ ഗ്രൂപ്പിൽ അയഡിൻ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ മെന്റലീവിന് അറിയാം ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും പോലെ ഹൈലി റിയാക്റ്റീവ് ആയ ഒരു എലമെന്റ് ആണ് അയഡിൻ. അതായത് ഫ്ലൂറിനെയും ക്ലോറിനെയും പോലെ റിയാക്ടിവിറ്റി ഉള്ള, അവരുമായി ആ പ്രോപ്പർട്ടീസിൽ സാമ്യത കാണിക്കുന്ന എലമെന്റ് ആണ്, സിമിലാരിറ്റി കാണിക്കുന്ന എലമെന്റ് ആണ് അയഡിൻ. അപ്പൊ സ്വാഭാവികമായും അയഡിൻ എവിടെ വരണം? ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ഗ്രൂപ്പിൽ വരണം. പക്ഷെ അറ്റോമിക മാസിന്റെ സ്ട്രിക്റ്റ് ആയ ഓർഡർ ഫോളോ ചെയ്താൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മെന്റലീവ് എന്ത് ചെയ്യുന്നറിയാമോ? സ്ട്രിക്റ്റ് ഓർഡർ അങ്ങ് ഒഴിവാക്കി അതിനുശേഷം അയഡിനെ എടുത്ത് ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. അപ്പോ മെന്റലീവിന്റെ പീരിയോഡ് ടേബിളിന്റെ അടുത്ത മെറിറ്റതാണ് അദ്ദേഹം സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ എല്ലായിടത്തും ഫോളോ ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? ഒരേ പ്രോപ്പർട്ടി എഴുതുന്ന ആളുകളെ ഒരേ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അറ്റോമിക് മാസിന്റെ സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ എന്നുള്ളത് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇനി മറ്റൊന്ന് നോബിൾ ഗ്യാസുകൾക്ക് പ്രത്യേകം സ്ഥാനം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം പീരിയോഡ് ടേബിൾ അല്ലെ. അലസവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ, റിയാക്റ്റീവ് അല്ലാത്ത എലമെന്റ്സിന് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ പ്രത്യേകമായ പൊസിഷൻ കൊടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു മെറിറ്റാണ്. ദെൻ പ്രധാന മെറിറ്റ് നമ്മൾ പറയുന്നത് ഹി പ്രെഡിക്റ്റഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ എലമെന്റ്സ്. കൂട്ടുകാരെ, അദ്ദേഹം ചില എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്തു. അതായത് ഇനി കണ്ടെത്തിയേക്കാവുന്ന ചില എലമെന്റ്സിനെ പറ്റി മെന്റലീവ് പറഞ്ഞു. ഹി പ്രെഡിക്റ്റഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ എലമെന്റ്സ്. നോക്കൂ, അദ്ദേഹം അലുമിനിയത്തിന് താഴെ പീരിയോഡ് ടേബിൾ ഒരു കോളം ഒഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെ എലമെന്റിനെ കണ്ടെത്തും, അതിന്റെ പേര് ഏക അലുമിനിയം എന്നാണ്. എക്ക അലുമിനിയം അല്ലെങ്കിൽ ഏക അലുമിനിയം എന്നാണ് അതിന്റെ പേരെന്ന് പറഞ്ഞു. അതുപോലെ സിലിക്കണ് താഴെ ഒരു കോളം ഒഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു എലമെന്റിനെ കണ്ടെത്തും, ഏക സിലിക്കൺ എന്ന്. അതിപ്പോ ആർക്കും പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. ഒരു പീരിയോഡ് ടേബിൾ ഒരു കോളം ഒഴിച്ചിട്ട് ഒരു എലമെന്റ് കണ്ടെത്തും എന്ന് പറയാൻ പറ്റുമല്ലോ. ബട്ട് ഹി നോട്ട് ഓൺലി പ്രെഡിക്റ്റഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് എലമെന്റ്സ്, ഹി ആൾസോ പ്രെഡിക്റ്റഡ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെന്റ്സ്. അദ്ദേഹം ഈ എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസ് മാത്രമല്ല, ഇങ്ങനെ എലമെന്റ്സിനെ കണ്ടെത്തുന്നത് മാത്രമല്ല പറഞ്ഞത്, ഇവരുടെ പ്രോപ്പർട്ടീസ് കൂടി പ്രെഡിക്റ്റ് ചെയ്തു. ഇപ്പൊ ഏക അലുമിനിയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഈ ഏക അലുമിനിയം എടുത്തെന്റെ കയ്യിൽ വെച്ചാൽ, ഞാനതെടുത്ത് എന്റെ കയ്യിൽ പിടിച്ചാൽ അത് ഉരുകിപ്പോകുമെന്ന. അതിനർത്ഥം ഏക അലുമിനിയം എന്ന് പറയുന്ന കണ്ടെത്താനിരിക്കുന്ന എലമെന്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് അത് മെൽറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് ഏക അലുമിനിയം പിന്നീട് കണ്ടെത്തി. ഇറ്റ് വാസ് ഗാലിയം. അലുമിനിയത്തിന് താഴെ എലമെന്റിനെ പിന്നീട് കണ്ടെത്തി ഗാലിയം. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഷോഡ് ക്ലോസ് റെസംബ്ലൻസ് വിത്ത് മെന്റലീവ്സ് പ്രഡിക്ഷൻ. ഈ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തു? മെന്റലീവ്സിന്റെ പ്രഡിക്ഷനുമായിട്ട് നല്ല ക്ലോസ് റെസംബ്ലൻസ്, നല്ല സാമ്യത കാണിച്ചു. അപ്പോൾ അലുമിനിയത്തിന് താഴെ അദ്ദേഹം ഒരു എലമെന്റിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞു, ഏക അലുമിനിയം. ആ ഏക അലുമിനിയം പിന്നീട് കണ്ടെത്തി ഗാലിയം. ഗാലിയം അദ്ദേഹത്തിന്റെ പ്രഡിക്ഷനുമായി കൃത്യമായ സാമ്യത കാണിച്ചു. അതുപോലെ ഏക സിലിക്കൺ പിന്നീട് കണ്ടെത്തി ജെർമേനിയം. അതും മെന്റലീവ് പറഞ്ഞതുപോലെയായിരുന്നു പ്രോപ്പർട്ടീസ്. സോ ഹി പ്രെഡിക്റ്റഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ എലമെന്റ്സ്. ഇദ്ദേഹം ചില എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസും അവരുടെ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തു. ഈ എലമെന്റ്സ് പിന്നീട് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഡിക്ഷനുമായി ക്ലോസ് മാച്ചിങ് കാണിച്ചു. അപ്പൊ ഇങ്ങനെ എലമെന്റ്സിനെ സംബന്ധിച്ച് ആദ്യത്തെ എഫക്റ്റീവായ കുറെ മെറിറ്റുകളുള്ള ക്ലാസിഫിക്കേഷനാണ് മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ. അപ്പോഴും മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന് ചില ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന് നമ്മൾ ഈ പറഞ്ഞ എല്ലാ മെറിറ്റുകളും ഉള്ളപ്പോഴും ചില ഡീമെറിറ്റ്സ് കൂടിയുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഒന്ന്, അദ്ദേഹം അറ്റോമിക് മാസിന്റെ ഓർഡർ ആണ് ഫോളോ ചെയ്തത്. നിലവിൽ നമുക്കറിയാം അറ്റോമിക് മാസ് അല്ല എലമെന്റ്സിന്റെ പ്രധാന പ്രോപ്പർട്ടി, അറ്റോമിക് നമ്പറാണ്. അപ്പൊ സ്വാഭാവികമായും അറ്റോമിക് മാസിന്റെ ഓർഡർ ആയിരുന്നില്ല ഫോളോ ചെയ്യേണ്ടിയിരുന്നത്, അറ്റോമിക് നമ്പറിന്റെ ഓർഡർ ആണ്. അപ്പൊ അറ്റോമിക് മാസിന്റെ ഓർഡർ ഫോളോ ചെയ്തു എന്നുള്ളതൊരു ഡീമെറിറ്റ് ആണ് അല്ലെ. ഈ ഫോളോഡ് ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്, അതൊരു ഡീമെറിറ്റ് ആണ്. ദെൻ രണ്ട്, ആ അറ്റോമിക് മാസിന്റെ ഓർഡർ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല. നമ്മൾ ടെലൂറിയത്തിന്റെ ആയിരുന്ന കേസ് പറഞ്ഞല്ലേ. പക്ഷെ അറ്റോമിക് മാസിന്റെ ഓർഡർ ഫോളോ ചെയ്യുന്നത് തന്നെ ഒരു തെറ്റായതുകൊണ്ട് അതിന്റെ സ്ട്രിക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഫോളോ ചെയ്തില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. ദെൻ മറ്റൊന്ന്,
ഹൈഡ്രജൻ നോക്കൂ കൂട്ടുകാരെ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റാ. പക്ഷെ അതിന് ഹൈലി റിയാക്റ്റീവായ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കൂട്ടത്തിലിട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, മെന്റലീവിന്റെ പീരിയോഡ് ടേബിൾ അദ്ദേഹം എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അപ്പൊ പ്രോപ്പർട്ടീസ് ആവർത്തിച്ചു വരുന്നവയെല്ലാം ഒരേ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, ഒരേ കോളത്തിൽ ഉൾപ്പെടുത്തി. അതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. അപ്പൊ ഒരേ ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഏകദേശം ഒരേ സ്വഭാവമാണെന്ന് മെന്റലീവ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഹൈഡ്രജനെ പോലെ ലീസ്റ്റ് റിയാക്റ്റീവായ ഒരു എലമെന്റിനെ, സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെ പോലെ ഹൈലി റിയാക്റ്റീവ് എലമെന്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. സോ ഹൈലി റിയാക്റ്റീവ് എലമെന്റ്സിനൊപ്പം ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തി. അതൊരു എഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ല. നമ്മൾ എന്തിനാ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ഒരേ സ്വഭാവമുള്ള ആളുകളെ ഒരേ കോളത്തിൽ ഉൾപ്പെടുത്തി, ഒരേ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവരുടെ പൊതുവായ പ്രോപ്പർട്ടീസ് പഠിക്കാനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക. അങ്ങനെ നടത്തിയപ്പോ വ്യത്യസ്ത സ്വഭാവമുള്ള എലമെന്റ്സ് ഒരേ കൂട്ടത്തിൽ വന്നിരിക്കുന്നു. അതൊരു പ്രശ്നമാണ്. ദെൻ അനദർ വൺ, നോൺ മെറ്റൽസിനെയും മെറ്റൽസിനെയും ഒരേ കോളത്തിൽ ഉൾപ്പെടുത്തി. ഹൈഡ്രജന്റെ കേസ് തന്നെ പരിശോധിച്ചാൽ മതി. ഹൈഡ്രജൻ നോൺ മെറ്റൽ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മെറ്റല. അപ്പൊ നോൺ മെറ്റൽസിനെ മെറ്റൽസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ദെൻ അദ്ദേഹം ചില എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടാണെങ്കിൽ കൂടി ചില കോളങ്ങൾ ഒഴിച്ചിട്ടിരിക്കില്ല കൂട്ടുകാരെ. സോ ഹി ലീവ്ഡ് സം വേക്കന്റ് സ്പേസസ്. ചില സ്പേസുകൾ വേക്കന്റ് ആക്കി ഇട്ടിരിക്കുന്നു. പീരിയോഡ് ടേബിൾ വേക്കന്റ് ആയ കോളങ്ങൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ കുറെ കോളങ്ങൾ വേക്കന്റ് ആയി കിടക്കാണ്. ദെൻ ഒരേ കോളത്തിൽ തന്നെ ഒന്നിലേറെ എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഒരേ കോളത്തിൽ തന്നെ ഒന്നിലേറെ എലമെന്റ്സ് വന്നിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? ഒരു കോളത്തിൽ ഒരു എലമെന്റിലെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരേ കോളത്തിൽ തന്നെ ഒന്നിലേറെ എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ ഇതൊക്കെയാണ് മെന്റലീഫിന്റെ പീരിയോഡ് ടേബിളിന്റെ ഡിമെറിറ്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞത്, മെന്റലീവ് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റലീവ് എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ കോളങ്ങളും നിരകളുമായി അറേഞ്ച് ചെയ്തു. കോളങ്ങളും റോസുമായി അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ആ പ്രോപ്പർട്ടീസ് ആവർത്തിക്കുന്നതായി കണ്ടെത്തി. അപ്പൊ അങ്ങനെ ആവർത്തിച്ച് സ്വഭാവം വരുന്നവയെല്ലാം ഒരേ കോളത്തിലാണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിച്ചു. ഒരു ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഒരേ സ്വഭാവമാണ്. ദെൻ ഹൊറിസോണ്ടൽ റോസിനെ അദ്ദേഹം പീരീഡ് എന്ന് വിളിച്ചിരുന്നു. ദെൻ നമ്മൾ അറിയേണ്ടത്, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആയിരുന്നു ആദ്യത്തെ എഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ. ദെൻ അതുകൊണ്ട് തന്നെ മെന്റലീവിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാറുണ്ട്. ദെൻ നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പങ്കുവച്ചു. സോ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഈ ക്ലാസ് നന്നായി കണ്ടുപിടിക്കുക. താങ്ക് യു ആൾ. സി യു.